ഡൊമെയിൻ പർച്ചേസ് ഒന്നാമത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡോ എന്ത് വേണം UPI എന്ത് വെച്ചും പേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇന്ത്യയിലുണ്ട്. പിന്നെ ആകെ കൊടുക്കുന്ന നമ്മുടെ പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സും ഒരു ശരിക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുള്ള ഒരു KYC കംപ്ലീഷനും മാത്രം. ഇത് ശരിക്കും നമുക്ക് സാധാരണക്കാർക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ആർക്കും ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യുക, നമ്മൾ അടുത്തൊരു ടെക്നീഷ്യനെ അറിയാമെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നീഷ്യനെ അവനെ വിളിച്ചിട്ട് ഒന്ന് ചെയ്തു തരാൻ പറയും. അയാളുടെ ഒരു മാർജിൻ ഇടും. അയാൾ ചിലപ്പോൾ അയാളുടെ പേരിലായിരിക്കും ഡൊമെയിൻ രജിസ്റ്റർ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം. അയാളുടെ ഇമെയിൽ ID കൊടുക്കും, അയാളുടെ അഡ്രസ്സ് കൊടുക്കും, ചിലപ്പോൾ അയാളുടെ ഫോൺ നമ്പർ ആയിരിക്കും കൊടുക്കുക. കുറേ നാൾ കഴിഞ്ഞ് ഒരു 1 or 2 years കഴിയുമ്പോൾ നമ്മുടെ സ്ഥാപനം ഒരു നല്ല നിലയിലായി. നമ്മൾ ഏതെങ്കിലും ഒരു സാമ്പത്തിക കാര്യങ്ങൾക്കോ എന്തെങ്കിലും പേയ്മെൻറ്റോ അയാളുമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ ഡൊമെയിൻ വെച്ചാണ് അയാൾ പ്ലേ ചെയ്യാൻ തുടങ്ങും. അവർ ഡൊമെയിൻ കൊടുത്തില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതിയിൽ പോയാലും അയാളുടെ പേരിലല്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ മറ്റ് രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു നല്ലൊരു എമൗണ്ട് മുടക്കണം. ഒരു 30,000-35,000 രൂപ ഒരു അറ്റോർണി ഫീസ് കൊടുത്തിട്ടാണ് ആ ഡൊമെയിൻ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളല്ല ചെയ്യുന്നതെങ്കിലും വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചാലും അവരോട് പറയുക അത് ചെയ്യുന്നത് നമ്മുടെ ആധാറിലുള്ള വ്യക്തമായ അഡ്രസ്സ്, അതിലെ കമ്പനിയുടെ അഡ്രസ്സ് വെച്ച് മാത്രമേ എടുക്കൂ.